എറണാകുളത്ത് തൃപ്പൂണിത്തുറ പൂർണ്ണശ്രേഷ്ഠ ക്ഷേത്രത്തിൽ രവിപുരം ഗോവിന്ദൻ എന്ന് പറയുന്ന ആന പാപ്പാൻ ജയേഷനെ എടുത്തിട്ട് പെരുമാറി. ആന പാപ്പാനെ മേത്ത് പഞ്ചവാദ്യം കൊട്ടി പാണ്ടിപ്പേള അവതരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവന് നട്ടലിനൊരു വശക്കേട്. അവനടുത്തൊരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ രവിപുരം ഗോവിന്ദൻ എന്ന് പറയുന്ന ആന 2003 മുമ്പ് എറണാകുളത്ത് കെട്ടിയിട്ടുള്ള ആനയായിരുന്നു. അതിൻ്റെ ചിലവുകളൊക്കെ ചിലവെഴുതിയിരുന്നത് തൃശ്ശൂരും, ആന എറണാകുളത്തായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടാന പരിപാലന നിയമം നടപ്പിലാക്കാനായിട്ട് നമ്മൾ കേസൊക്കെ കൊടുത്തിട്ട് ആ നിയമം സർക്കാർ എഴുതി കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരുന്നത്. അതറിഞ്ഞിട്ടാണ് ഈ ആന എറണാകുളത്ത് രവിപുരം ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആന അമ്മങ്കോൽ റോട്ടിൽ വെച്ചിട്ട് പാപ്പാനെ ഇഞ്ചിഞ്ചിഞ്ചായി അടിച്ചും തല്ലിയും കൊല്ലുന്ന സീന് ടി വിയിൽ വന്ന പിന്നെയാണ് സർക്കാർ ഈ നാട്ടാന പരിപാലന നിയമം 2003 എന്ന് പറയുന്ന നിയമസംഹിത ഗസറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. ആ ആനയാണ് ഇപ്പോൾ പീഡനം മൂത്തിട്ട് പാപ്പാൻ്റെ നട്ടലെടുത്തിട്ട് പി വിളിക്കാൻ നോക്കിയിട്ടുള്ളത്. ഇത്രയൊക്കെ നടന്നിട്ടും സംഭവം നടന്നിട്ട് 2 ദിവസമായി. എന്നിട്ടും കേരളത്തിൽ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ 14 ജില്ലയിലത്തെയും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള നാട്ടാന മോണിറ്ററിംഗ് സമിതിയിലത്തെ ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ നോമിനീസ് ഇതറിഞ്ഞ ഭാവം എടുത്തിട്ടില്ല. ഈ തൊടുപുഴയിലുള്ള ജയേന്ദ്രനൊക്കെ ഇക്കാര്യത്തിൽ അയാളുടെ ശിങ്കിടികളും കുറ്റകരമായ മൗനം പാലിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ എഴുന്നള്ളിക്കണ ആന തൊടുപുഴയിൽ 2 കൊല്ലം മുന്നേ എല്ലും കോലായിട്ട് വന്നിട്ട് എഴുന്നള്ളിച്ചിരുന്ന കോട്ടയത്ത് തന്നെ ഒരാന പേര് മാറി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ 2 കൊല്ലം മുന്നേ കൊച്ചയ്യപ്പൻ, മനുശ്ശേരി കൊച്ചയ്യപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലും തോലുള്ള ഒരു ആനേനെ തൊടുപുഴയിൽ വന്നിട്ട് എഴുന്നള്ളിക്കുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ മിണ്ടായിരുന്നിട്ട് നാട്ടുകാർ പാടുണ്ടാക്കിയിട്ടാണ് ഈ ആനേനെ പാലക്കാടേക്ക് തന്നെ പറഞ്ഞയച്ചത്. ആ ആനേനാണ് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഈ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ രവിപുരം ഗോവിന്ദനെ കരാടെടുത്തേക്കുന്ന വ്യക്തി തന്നെയാണ് ഈ ആനേനെയും കരാടെടുത്തിട്ടുള്ളത്. ഈ ആന എന്തെങ്കിലും കഴിച്ചാൽ അതേപോലെ ഊരെ കൂടെ പുറത്തേക്ക് വരും, ദഹനമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ നാട്ടാന പരിപാലന മോണിറ്ററിംഗ് സമിതിയിലത്തെ എറണാകുളം ജില്ലയിലത്തെയും ബാക്കിയുള്ള ജില്ലകളിലത്തെയും മഹതികളൊക്കെ ഒന്ന് ഇടപെട്ട് 4 പായ കടലാസിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വിട്ടാൽ അവരുടെ നിയമന ഉത്തരവ് ബലവത്താണെന്ന് നാട്ടുകാർക്ക് തോന്നും. ഇവർ ഈ നാട്ടാന മോണിറ്ററിംഗ് സമിതിയിലത്തെ ഈ ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ അംഗങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും സംഘപരിവാറിന് സ്തുതി പാടി ആനപീഡനത്തിന് കൂട്ടുക്കുന്ന പരിപാടി ഭീകരമായ നിയമലംഘനമാണ്.